എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഫുൾ ബ്ലോൺ ആൻസൈറ്റി അറ്റാക്ക് വന്നിട്ടുണ്ടോ? അത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് മെയിലില് ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാരണമായിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ അപ്പം നിങ്ങളോട് പറയായിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ തുടങ്ങി. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ നെഞ്ചിടിപ്പും വേർപ്പുമുട്ടലെല്ലാം ഒരു കാലത്ത് നിങ്ങളുടെ സൂപ്പർ പവർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാലോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങളൊരു പ്രാചീന മനുഷ്യനാണ്. നിങ്ങൾ ആപ്പിള് പറിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് നോക്കുമ്പോൾ പിറകിലൊരു മരക്കം പൊടിയുന്നൊരു ശബ്ദം. നിങ്ങളുടെ തലച്ചോറ് ആ ഒരു സിറ്റുവേഷനെ കാമായിട്ട് നിന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അത് നേരെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ പാനിക് ബട്ടണെ അമർത്തും. ഞാൻ ചാവാൻ പോകുന്നു എന്നൊരു സിഗ്നൽ നിങ്ങൾക്ക് തരും. അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. നിങ്ങൾ നെഞ്ചിടിക്കും, ശ്വാസം മുഴുക്കും. ഇതാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. ആൻഡ് ഈ ഒരു റെസ്പോൺസ് കാട്ടിൽ നിങ്ങളുടെ പൂർവികരുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിലെ വിറ്റെന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പൂർവികരിൽ നിന്നാണ് നിങ്ങളുണ്ടായത്. അതേ തലച്ചോറും അതിന്റെ പ്രവർത്തനങ്ങളും തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. സോ ഒരു സൂം മീറ്റിംഗ് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ നെഞ്ചിടിക്കും. കാരണം ആ ജോയിൻ ബട്ടൺ ഒരു വന്യമൃഗമാണെന്നാണ് നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും വിചാരിക്കുന്നത്. നിങ്ങളുടെ ആങ്സൈറ്റി ഒരു സൂപ്പർ പവർ ആയിരുന്നു. നിങ്ങളുടെ എൻവയോൺമെന്റ് മാറുന്നതുവരെ. നമ്മൾ സിറ്റിയിലോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ആ 50,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സെയിം തലച്ചോറ് തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. പക്ഷെ പുലികൾക്ക് പകരം ഡെഡ്ലൈൻസ് ആണ് ഇപ്പം നമ്മുടെ ത്രെറ്റ്സ്. അരടി ആക്രമണങ്ങൾക്ക് പകരം ആ ഒരു റിപ്ലൈ കൊടുക്കാത്ത മെസ്സേജ് ആയിരിക്കും നിങ്ങൾ അലട്ടുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിന് സോഷ്യൽ റിജക്ഷനും ഒരു ശരിക്കുള്ളൊരു സിംഹവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ചാവാൻ പോകുന്നത് പോലെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങളുടെ ബ്രെയിൻ ഒരേ റിയാക്ഷൻ തരുന്നത്. നമ്മുടെ ഉള്ളിൽ ആങ്സൈറ്റി ഇവോൾവ് ചെയ്തത് ശരിക്കുള്ള ലൈഫ് ത്രെട്ടണിംഗ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഇമെയിൽസും സെമിനാർസും ഉള്ള ലോകത്ത് അത് മിസ്ഫയർ ചെയ്യുകയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ആങ്സൈറ്റി നിങ്ങളെ വീക്ക് ആക്കുകയല്ല ചെയ്യുന്നത്. അതൊരു പുരാതന സർവൈവൽ സോഫ്റ്റ്വെയർ ആണ്. സോ ആങ്സൈറ്റി ഒരു പോരായ്മയല്ല, അതൊരു പഴയ സോഫ്റ്റ്വെയർ ആണെന്ന് മാത്രം. ഏതൊരു സോഫ്റ്റ്വെയർ പോലെയും അതിനും അപ്ഡേറ്റ്സ് ആവശ്യമാണ്. അതിനെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യാം, എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.